എല്ലാവർക്കും നമസ്കാരം. മനസ്സും മനോഭാവവും ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാണ്. ഒരു ചിന്ത ഇങ്ങനെയാണ്: വെൻ യുവർ മൈൻഡ് ഈസ് വീക്ക്, സിറ്റുവേഷൻ ഈസ് എ പ്രോബ്ലം. വെൻ യുവർ മൈൻഡ് ഈസ് ബാലൻസ്ഡ്, സിറ്റുവേഷൻ ഈസ് ചലഞ്ച്. ബട്ട് വെൻ യുവർ മൈൻഡ് ഈസ് സ്ട്രോങ്, സിറ്റുവേഷൻ ബിക്കംസ് ആൻ ഓപ്പർച്യൂണിറ്റി. ദുർബലമായ മനസ്സുമായി ജീവിക്കുന്നവർ, അവർക്ക് എല്ലാം പ്രോബ്ലംസാണ്. കുറേയൊക്കെ ബാലൻസ്ഡ് ആയിട്ട് മൈൻഡ് നിൽക്കുന്നവർക്ക് പലതിനെ അവർ ചലഞ്ചസ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മനസ്സ് പവർഫുൾ ആകുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ അവസരങ്ങളായി രൂപപ്പെടും. വൈകാരിക അപക്വതയിൽ നമ്മുടെ മനസ്സിനെ തളച്ചിടരുത്. നാളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ആശങ്കപ്പെടുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഉത്കണ്ഠയ്ക്ക് അടിമപ്പെടുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിക്കിച്ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഡിപ്രഷനിലേക്ക്, വിഷാദത്തിലേക്ക് വഴുതി വീഴും. എന്നാൽ നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിൽ, വർത്തമാനകാലത്തിൽ കൃത്യമായി ഉപയോഗിക്കപ്പെടുമ്പോൾ ജീവിതം തന്നെ ആസ്വാദ്യകരമാകും. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ദ വേൾഡ് വിൽ ബി അറ്റ് യുവർ ഫീറ്റ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. മാനസികമായ കരുത്ത് ഈ ലോകത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശക്തി നൽകും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പറ്റി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവയിലെ ഓരോന്നും ഓരോ വ്യക്തിക്കും മാനസികമായി കരുത്ത് പകരുന്നത് പരിശുദ്ധാത്മാവിനെ വിളയിക്കുന്ന നിലങ്ങളായി ജീവിതം മാറുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുടെ മനസ്സ് ഏറ്റവും പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ ഓരോ സിറ്റുവേഷനും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറും. ദൈവത്തിൽ വിശ്വസിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നിന്റെ ഭാരങ്ങളെയും ചിന്താകുലങ്ങളെയും കർത്താവിൽ സമർപ്പിക്കുക. ടു എംബ്രേസ് ദ വേ ഓഫ് ഹോളി സ്പിരിറ്റ്. കരുത്തുറ്റൊരു മനസ്സുമായി നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഇന്നയോളം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ ബലഹീനരാകുന്നു. ഞങ്ങളുടെ മനസ്സ് ചഞ്ചലമാകുന്നു. സത്യവിശ്വാസത്തിൻ്റെ പാറമേൽ സമർപ്പിതരായി പരിശുദ്ധാത്മാ വഴിയിൽ കൂടി ചരിച്ച് ആത്മാവിൽ, മനസ്സിൽ കരുത്തുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ വഴി നടത്തണമേ. പലപ്പോഴും ഈ ലോകത്തിന് മുമ്പിൽ തളർന്നു പോകുന്നവരല്ല, ലോകത്തെ ജയിച്ച കർത്താവൊപ്പമുള്ളതിനാൽ അവിടുത്തെ കൃപയും കരുണയും ഞങ്ങൾക്ക് കാവലായി തീരണമേ. മാനസികമായി പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും തകർന്നു നുറുങ്ങിയിരിക്കുന്നതായ അനേകരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ കരുണ നിന്റെ മക്കൾക്ക് മേൽ പകർന്നു കൊടുക്കണമേ. അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.